പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. FN സ്വാമി ലാലേട്ടൻ അപമാനിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ ലാലേട്ടനെ കരിവാരി തേക്കുക എന്നുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇന്നലെ രംഗത്ത് വന്നു. നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരുന്നു. അവസാനം FN സ്വാമി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാനിത് കണ്ടതിന് ശേഷം ലാലേട്ടനുമായിട്ടൊക്കെ വളരെ സ്നേഹത്തിൽ സംസാരിച്ചതിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ലാലേട്ടൻ എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ FN സ്വാമി ചോദിക്കുന്നത്. റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ എന്തിന് ശ്രമിക്കുന്നു? ഇത് കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി. അതുപോലെ ലാലുമായിട്ട് ഇത്രയും നാളായിട്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനിങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് FN സ്വാമി ചോദിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ വീഡിയോ കാണിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ മനഃപൂർവ്വം FN സ്വാമിയോട് യാതൊരുവിധ ഇതൊന്നും കാണിച്ചിട്ടില്ല. ആ സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ലാലേട്ടനാണ് സഹായിക്കുന്നത്. എന്നിട്ട് സ്വാമി അല്പം മാറി ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. അതിനു മുമ്പായിട്ട് ലാലേട്ടൻ സ്വാമിയായിട്ട് സംസാരിച്ചെന്നും ഒക്കെ FN സ്വാമി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് പങ്കെടുക്കാൻ പോയതാണ്. പോയി വന്നപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടത് അവിടെ വെച്ച് ഞാനും മോഹൻലാലും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ്. പിന്നെ അങ്ങ് പ്രശ്നമായിരുന്നല്ലോ, നമ്മളിന്നലെ കണ്ടതല്ലേ. സോഷ്യൽ മീഡിയ മൊത്തം ആറാടിയത് ഈ വാർത്ത തന്നെയായിരുന്നു. ഞാനും മോഹൻലാലും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഒരു വിശദീകരണത്തിൻ്റെ കാര്യം പോലുമില്ല. ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഞങ്ങൾ പോകാൻ നേരം ഇറങ്ങി വന്നപ്പോൾ അവിടെ വലിയ തിരക്കായിരുന്നു. ഞങ്ങൾ അടുത്ത് വന്നപ്പം ശരീരത്ത് കൈ വെച്ച് തള്ളുന്നത് പോലെ കാണിച്ച് പ്രചരിക്കുകയാണ് ഉണ്ടായത്. ആ രീതിയിലാണ് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വിഷ്വൽ എടുത്തിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് സ്വാമി എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, സിനിമയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ക്യാമറ വെച്ച് എങ്ങനെ എടുത്ത് ലാലേട്ടൻ തള്ളുന്നത് പോലെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാമി ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്നാണ് ലാൽ പറഞ്ഞത്. അപ്പോഴേക്കും ഇങ്ങോട്ട് കയറി വന്നോ എന്ന് ബാക്കി ഭാഗം പറഞ്ഞത് ക്യാമറയും കൊണ്ട് തിക്കിത്തിരക്കി വന്നവരോടാണ്. അതിനുശേഷം ലാല് എന്നെ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുവാൻ സഹായിക്കുകയാണ് ഉണ്ടായത്. പ്രോഗ്രാമിന് കണ്ടപ്പോൾ ലാലുമായിട്ട് വളരെ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം കണ്ടപ്പോഴാണ് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ലാൽ പറഞ്ഞത്. അതിനുശേഷം ആൻ്റണിയും ഞാനും കുറേ നേരം സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ സ്വാമിക്ക് എന്നല്ല ആർക്കും മനസ്സിലാവില്ല. കാരണം ലാലേട്ടൻ തന്നെയാണ് ഇവരുടെ ഏര. കാരണം ലാലേട്ടൻ എന്തെങ്കിലും പരിപാടി ചെന്ന് കഴിഞ്ഞാൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ലാലേട്ടനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ക്യാമറയും തൂക്കി നടക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അത് റീച്ചിന് വേണ്ടി പ്രചരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ സ്വാമിയുമായിട്ട് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനല്ലേ ഭയങ്കര ഹൈപ്പ് ഉണ്ടായത്. ഏതായാലും ഈ നെഗറ്റീവ് വാർത്തകളാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഇതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. കാരണം ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു, അപ്പം ഒരാൾ പറയുന്നത് കേട്ട് മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ല. സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത് ഒന്നും, അല്ലേ? അപ്പം ഓരോ മനുഷ്യനും അവൻ്റെ പെരുമാറ്റ രീതി, അവൻ്റെ സാഹചര്യം ഇതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ലാലേട്ടൻ സ്വാമിയോട് വളരെ യാതൊരുവിധ അപമര്യാദയും പെരുമാറിയതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇന്നലെ അത് വീഡിയോ ചെയ്യുകയും ചെയ്തു. പിന്നെ ലാലേട്ടനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. ഇങ്ങനെങ്കിലും പറഞ്ഞവർ സന്തോഷിക്കട്ടെ, അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ഇത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ മൈൻഡ് പോലും ചെയ്ത് കാണത്തില്ല. കാരണം പുള്ളിയുടെ രീതി ഇങ്ങനെ ഒരു വശത്ത് പറയും, ലാലേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യവുമായിട്ട് മുന്നോട്ട് പോകും.
ഏതായാലും സ്വാമി ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആയിട്ട് വളരെ നാളത്തെ പരിചയമാണ്. എന്നിട്ട് അവരോട് ഇത്രയും നാളായിട്ടും യാതൊരു മുഖം കറുത്ത് സംസാരിക്കുകയോ അവർ തിരിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എനിക്കറിയില്ല. റീച്ചിന് വേണ്ടിയാകാം എന്ന് സ്വയം സമാധാനിപ്പിക്കുന്ന സ്വാമിയും ഇതിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാകുന്നത്. ഇന്നലെ FN സ്വാമി മോഹൻലാൽ തമ്മിലുള്ള പ്രശ്നമാണ് കണ്ടന്റെങ്കിൽ ഇന്ന് FN സ്വാമിയുടെ അതിൻ്റെ വിശദീകരണമായിരിക്കാം കണ്ടന്റായി വരുന്നത്. ഇതൊക്കെ തന്നെയല്ലേ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ കണ്ടന്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പം കാത്തിരുന്ന് കാണാം മറ്റൊരു വിശേഷവുമായി.